വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്, അരിയുണ്ട. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മട്ടാരിയാണ്. മട്ടാരി നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളം വാങ്ങി വെക്കുക. സോക്ക് ചെയ്ത് വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് മട്ടയരിയാണ്. മട്ടാരി കഴുകി വെച്ചേക്കുന്നതാണിത്. ഒരു കപ്പ് മട്ടയരി. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം, എണ്ണയില്ലാണ്ട് വറുത്തെടുക്കണം. ഇപ്പം അരി പൊട്ടി തുടങ്ങുന്ന കാണാം. ഇത് നന്നായിട്ട് പൊട്ടിയ ശേഷം ഇത് ബ്രൗൺ ആയി വരണം. തീ കുറച്ച് വെച്ചാണ് ഇപ്പം ഫ്രൈ ചെയ്യുന്നത്. ഇപ്പം അരിയെല്ലാം റോസ്റ്റഡായി, എല്ലാം പൊട്ടുന്ന ശബ്ദമൊക്കെ നിന്നു. എല്ലാം ഒരേപോലെ ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകല്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ അരി ഉണ്ടാക്കി ടേസ്റ്റ് വ്യത്യാസം വരും. അരിയെല്ലാം പൊട്ടിക്കഴിഞ്ഞു, എല്ലാം റോസ്റ്റഡായി. ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ലതായിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ, നല്ല ക്രിസ്പാണെങ്കിൽ പരുവായിട്ടുണ്ടാവും. ഓഫ് ചെയ്യാം. ഇത് കൂളാവണം. കൂളായ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അരിയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. ഇത് ഏകദേശം 200 ഗ്രാം മട്ട അരിയാണ്. നമ്മൾ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന അരി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇതേപോലെ ചെറിയ ഫൈൻ തരിയായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരുപാട് വലിയ തരികൾ വേണ്ട, കഴിക്കാൻ ബുദ്ധിമുട്ട് വരും. ഈ ഒരു പരുവത്തിനെടുത്തു. അടുത്തായിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ഈ ഒരു അളവിന് നമുക്ക് വേണ്ടത് ഒരു 150 ഗ്രാം ശർക്കരയാണ്. കപ്പിൽ അളക്കുവാണെങ്കിൽ ഒരു 1/4 കപ്പ് ശർക്കര. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ഉരുകാൻ പാകത്തിന് വെള്ളം മതി. കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്ന ക്ലീൻ ജാഗ്രിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉരുക്കിയിട്ട് അരിച്ചെടുക്കുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും ഉരുക്കിയിട്ട് അരിച്ച ശേഷം വേണം നമ്മൾ തേങ്ങയൊക്കെ ചേർക്കാനായിട്ട്. ഇപ്പം 2 തരത്തിൽ നമ്മൾ അരി ഉണ്ടാക്കാറുണ്ട്. ഒന്നെങ്കിൽ ശർക്കരയും അരി ഇതേപോലെ പൊടിച്ച് വെച്ചേക്കുന്നതും തേങ്ങ എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് കുക്ക് ചെയ്യാതെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഷെൽഫ് ലൈഫ് ഇല്ല. ഉടനെ എടുക്കണമെങ്കിലൊക്കെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ദിവസമൊക്കെ നമുക്ക് വെക്കാം. ശർക്കര നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് തേങ്ങയാണ്. 1 കപ്പ് അരിക്ക് 1 കപ്പ് തന്നെ തേങ്ങ എടുത്തു. 1/4 കപ്പ് ശർക്കര. അപ്പോൾ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ തേങ്ങയിൽ നിന്നും വെള്ളം കുറച്ച് ഇറങ്ങുമല്ലോ, അതൊന്ന് പറ്റി വരണം. നമ്മൾ ശർക്കര പാനി ഒരു നൂല് വരെ ആക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നല്ലൊരു ഒട്ടൽ വരുന്നൊരു പരുവം. ഈ ഒരു സ്റ്റേജ് മതി. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി കൊടുക്കാം. ചിലർ ജീരകം പൊടി ചേർക്കും. ചിലർ ചുക്കുപൊടിയും ചേർക്കാറുണ്ട്. ചുക്കുപൊടിയും ജീരകം പൊടിയും കൂടെ ചേർക്കാറുണ്ട്. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. അതേപോലെ വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഈ പൊടിയിൽ നിന്ന് ഒരു 1-2 ടീസ്പൂൺ പൊടി കുറച്ച് മാറ്റി വെക്കുക. നമുക്ക് ലാസ്റ്റ് ഉണ്ട പിടിച്ച് കഴിഞ്ഞിട്ട് അതിൽ കോട്ടിങ്ങിന് കൊടുക്കാനായിട്ടാണ്. ബാക്കി ഇതിനകത്തേക്ക് ഇടാം. കുറച്ച് പൊടി ഞാൻ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു ഫ്ലേവറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർക്കാം. ട്രഡീഷണലി ഒന്നുമില്ല, നെയ്യോ അങ്ങനത്തെ ഒന്നും ചേർക്കാറില്ല. നെയ്യ് വേണമെങ്കിലും ചേർക്കാം, ഒന്നുകൂടെ രുചിയാണ്. ഇതെല്ലാം അവിടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് പിടിക്കാവുന്നൊരു പരുവാകുമ്പോൾ, ചൂട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവാകുമ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. അരിയുണ്ടയുടെ ഷേപ്പിലാക്കാം. ട്രഡീഷണൽ അരിയുണ്ട എന്ന് പറഞ്ഞാൽ വലിയ സൈസിലാണ്. നമ്മൾ ചെറിയ അവലോസുണ്ടയുടെ ഒക്കെ സൈസിൽ ചെറിയ ഉണ്ടകളായിട്ടാണ് ഞാൻ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് മാനേജബിൾ ചൂടേ ഉള്ളൂ. ഈ സ്റ്റേജിൽ നമുക്കിനി ഷേപ്പ് ചെയ്യാം. ഈ ഒരു സൈസാണ് എടുത്തേക്കുന്നത്. ഞാൻ ഈ ചെറിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഷേപ്പ് ചെയ്ത് ഈ പൊടിയിൽ നിന്ന് കോട്ട് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക.
ഒത്തിരി ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചെറിയ ചൂടോടെ ചെയ്യണം. അരിയുണ്ട ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ശർക്കര പാവിൻ്റെ പരുവമാണ്. പാവ് ഭയങ്കരമായിട്ട് തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ അരിയുണ്ട നല്ല ഹാർഡായി പോകും. അപ്പം അത് ശ്രദ്ധിക്കുക. എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്ത് ഈ പൊടിയിൽ കോട്ട് ചെയ്തു. നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു അളവിൽ ഒരു 14 എണ്ണമാണ് ഈ സൈസിൽ കിട്ടുക. വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ് അരിയുണ്ട. ഇത് കുറച്ച് ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നമ്മൾ ചില സമയത്ത് വാങ്ങിക്കുമ്പോൾ ഒക്കെ കാണാൻ നല്ല ഹാർഡായിരിക്കും. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ടെക്സ്ചറാണ്. ഇതിനകത്ത് ചിലവർ കപ്പലണ്ടി ചേർക്കും, ചിലവർ കാഷ്നട്ട് ചേർക്കാറുണ്ട്. അങ്ങനെ പല വേരിയേഷനിൽ അരിയുണ്ട ഉണ്ടാക്കാറുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.